കേരളത്തിലെ പല വീടുകളിലും മക്കളെക്കുറിച്ചോർത്ത് വിലപിക്കുന്ന ഒട്ടേറെ അമ്മമാരുണ്ട്. കുട്ടിക്കാലത്ത് അവർ കുസൃതികൾ കാട്ടുമ്പോൾ അച്ഛന്മാർ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. എന്നാൽ അവിടെ മക്കൾക്ക് വക്കാലത്ത് പറയാൻ വരുന്ന അമ്മയുടെ സ്നേഹം കുട്ടികൾ പലപ്പോഴും മുതലെടുക്കും. മക്കൾ വളർന്നു വലുതായി തെറ്റിലേക്ക് പോകുമ്പോഴും അവരെ ന്യായീകരിക്കുന്നവരെ കാണാം. കഴിഞ്ഞ ദിവസം എറണാകുളം ചേന്ദമംഗലത്ത് സ്വന്തം അമ്മയുടെ കൺമുന്നിലിട്ടാണ് യുവാവ് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ യുവാവ് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന വാർത്തയും പുറത്തു വരുന്നു. മദ്യവും കഞ്ചാവും കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുകയാണ്. ഇതോടൊപ്പം പാലക്കാട് നബീസ കൊലക്കേസിൽ കൊച്ചുമകനും ഭാര്യയ്ക്കും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച കേസും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിലെ സുബൈദ ഏക മകനെ വളർത്താൻ കുറെ കഷ്ടപ്പെട്ടതാണ്. കുട്ടിക്കാലം മുതലേ മകൻ ആഷിഖിനെ അവർ വല്ലാതെ ലാളിച്ചു വളർത്തി. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ബംഗളൂരുവിലേക്ക് അവനെ പറഞ്ഞയക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ആഷിഖ് കൂട്ടുകാർക്കൊപ്പം ആദ്യമായി കഞ്ചാവ് ഉപയോഗിക്കുന്നത്. പിന്നീട് ലഹരിക്കടിമയായി. അതിനിടെ സുബൈദ ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് ചികിത്സയിലുമായി. ലഹരിയിൽ പരാക്രമം കാട്ടുന്ന ആഷിഖിനെ ബന്ധുക്കൾ ചേർന്ന് ഡി അഡിക്ഷൻ സെൻ്ററിലാക്കിയതാണ്. ഈ പകൽ ബംഗളൂരുവിൽ നിന്നും ആഷിഖ് എത്തിയത് നൊന്തു പ്രസവിച്ച് പൊന്നുപോലെ വളർത്തി വലുതാക്കിയ അമ്മയെ കൊലപ്പെടുത്താനാണ്. രോഗാവസ്ഥയിൽ കിടപ്പിലായിരുന്ന അമ്മയെ മകൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിവാരം 30 ഏക്കർ കായിക്കൽ സുബൈദ എന്ന 53-കാരിയെയാണ് മകൻ ആഷിഖ് വെട്ടിക്കൊന്നത്. സുബൈദയുടെ സഹോദരി ഷക്കീലയുടെ പുതുപ്പാടി ചോയിയോടുള്ള വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം 2:30-യോടെയാണ് സംഭവം. ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്ന മകൻ മാതാവിനെ കാണാൻ എത്തിയതായിരുന്നു. ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിൽ കിടപ്പിലായിരുന്നു സുബൈദ. ഏക മകനാണ് 25-കാരനായ ആഷിഖ്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങിയാണ് ആഷിഖ് ആക്രമണം നടത്തിയത്. കഴുത്ത് ഏറെക്കുറെ അറ്റ നിലയിൽ. അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിന് ശേഷം വീടിനുള്ളിൽ കയറി ഒളിച്ച ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സുബൈദയെ പ്രതി ആക്രമിക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ഇല്ലായിരുന്നു. നിലവിളി ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ആഷിഖ് ലഹരിമരുന്നിന് അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു. നേരത്തെയും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താമരശ്ശേരി പോലീസ് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 താമരശ്ശേരി. പാലക്കാട് മണ്ണാർക്കാടിന് സമീപം കരിമ്പുഴയിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമുണ്ട്. ആ വീട്ടിലേക്ക് ഫസീല എന്ന യുവതി വിവാഹം കഴിച്ചെത്തിയതോടെയാണ് എല്ലാ സമാധാനവും ഇല്ലാതായത്. പണത്തെ ഏറെ സ്നേഹിച്ച ഫസീലയുടെ മനസ്സിൽ ദുഷ്ടത മാത്രമായിരുന്നു. ആദ്യം ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമം. പിന്നീട് ഭർത്താവിനെയും കൂട്ടി അയാളുടെ മുത്തശ്ശിയെ വിഷം കൊടുത്തു കൊന്നു. ജൂൺ 24 രാവിലെയാണ് മണ്ണാർക്കാട് കരിമ്പുഴ സ്വദേശി നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു. എഴുതാനറിയാത്ത നബീസയുടെ ആത്മഹത്യാക്കുറിപ്പാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യ ശ്രമം നടത്തിയത്. ഇത് പാളിയെന്നുറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണമുറപ്പിച്ചു. ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് തൊട്ടടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലയാണ് ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത്.
ദാരുണമായ സംഭവത്തിൽ ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന് നബീസ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നബീസയുടെ മരണത്തോടെ തന്റെ ചീത്തപ്പേരുകൾ മാറുമെന്ന ഫസീലയുടെ കണക്ക് കൂട്ടലിലായിരുന്നു കൊലപാതകത്തിന്റെ ആസൂത്രണം. അങ്ങനെ 2016 ജൂൺ 21 മണ്ണാർക്കാട്ടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ നബീസയെ 22 ബഷീർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും മുന്നിലുണ്ടായിരുന്നത് ബഷീറാണ്. ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ബഷീറിന്റെ പിതാവ് മുഹമ്മദിനെ വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല 5 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്ന നമുക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം എന്ത് സംഭവിക്കും. അവനെ കൊല്ലാനും പിടിക്കാനൊന്നും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്. നമ്മളും കൊലപ്പെടുത്താൻ ശ്രമിക്കും. ഡെത്ത് സെന്റൻസിന് വിധേയമായ ഒരു 2 പ്രതികളുടെയും മകൻ ഒരിക്കലും അനാഥനാവരുത് എന്നുകൂടെ കണ്ടിട്ട് ഇനിയും അവർക്ക് മാറാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ നൽകേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ഈ ലൈഫ് ഇംപ്രസൺമെന്റ് 302 ലൈഫ് ഇംപ്രസൺമെന്റ് നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകം. RG-കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിന് പിന്നാലെ ഡോക്ടർമാരുടെ വ്യാപക പ്രതിഷേധം ഉൾപ്പെടെ രാജ്യത്ത് അരങ്ങേറിയതാണ്. സംഭവം നടന്ന് 5 മാസത്തിനുള്ളിൽ ആ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതി സഞ്ജയ് റോയുടെ ശിക്ഷ കൊൽക്കത്തയിലെ സിയാൽദ കോടതി തിങ്കളാഴ്ച വിധിക്കും. വധശിക്ഷയോ ചുരുങ്ങിയത് 25 വർഷം തടവോ ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച കൊൽക്കത്ത RG-കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിലാണ് സിയാൽദ കോടതിയുടെ വിധി. പ്രതിയും മെഡിക്കൽ കോളേജിലെ സിവിക് വളണ്ടിയറുമായിരുന്ന സഞ്ജയ് റോയ്ക്കെതിരെ CBI ചുമത്തിയ കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു. ആന്തരിക പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള CBI വാദമാണ് സിയാൽദ കോടതി ജഡ്ജി അനിർബാൻ ദാസ് അംഗീകരിച്ചത്. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ വിശദീകരിച്ച കോടതി ഇരയോട് കാണിച്ച ക്രൂരതയ്ക്ക് വധശിക്ഷയോ 25 വർഷം തടവോ ലഭിക്കാമെന്ന് വിധി പ്രസ്താവത്തിനിടെ പ്രതിയോടായി പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 64 10 വർഷത്തിൽ കുറയാത്തതാണെന്നും സെക്ഷൻ 66 25 വർഷമോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി. എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു സഞ്ജയ് റോയ്. വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബം കോടതിയിൽ ഹാജരായിരുന്നു. കുടുംബം അർപ്പിച്ച വിശ്വാസത്തെ കോടതി മാനിച്ചതായി പെൺകുട്ടിയുടെ അച്ഛൻ ജഡ്ജിനോട് വികാരാധീനനായി പറഞ്ഞു. സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയുടെ വാദം കൂടി കേൾക്കുമെന്ന് കോടതി അറിയിച്ചു. വിധി പറയുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കോടതിയിൽ ഒരുക്കിയിരുന്നത്. കോടതിക്ക് പുറത്ത് സംഘടിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണോ? പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ തിങ്കളാഴ്ച വരെയും കാത്തിരിക്കണം. തികഞ്ഞ ആസൂത്രണത്തോടെ ക്രൂരമായി നടത്തിയ കൊലപാതകത്തിന് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഗ്രീഷ്മയുടെ പ്രായം, ഭാവി, തുടർ പഠനം എന്നിവയെല്ലാം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത്. പ്രതിക്കൊരു ഘട്ടത്തിലും മനസ്താപമുണ്ടായില്ല. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചാകും കോടതി തിങ്കളാഴ്ച വിധി പറയുക. അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ നിന്ന് കനത്ത പോലീസ് സുരക്ഷയിലാണ്
രാവിലെ 10:30 ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ എത്തിച്ചത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിച്ചു. 11:16 കേസ് പരിഗണിച്ചു. ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പ്രതിക്കൂട്ടിൽ ഗ്രീഷ്മയും അമ്മാവനും. ഷാരോൺ രാജ് വധക്കേസിൽ കൊല ചെയ്യപ്പെട്ടത് സ്നേഹമാണെന്നും നിഷ്കളങ്കനായ യുവാവിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തി കാപ്പിക്കെന്ന കളനാശിനി കലർന്ന കഷായം അമിത അളവിൽ നൽകി മരണം ഉറപ്പുവരുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാനാകൂ. 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം ഷാരോൺ അനുഭവിച്ച മരണവേദന സമാനതകൾ ഇല്ലാത്തതാണ്. ചുണ്ടുമുതൽ അടിവയർ വരെ ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റ് രക്തസ്രാവത്തെ തുടർന്നാണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊടും ക്രൂരകൃത്യത്തിന് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറാകണമെന്നും പ്രോസിക്യൂഷൻ അതേസമയം പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഷാരോൺ രാജ് ഒരിക്കലും ഒഴിഞ്ഞു പോകില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ലാത്ത ഗ്രീഷ്മ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പ്രണയം നടിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച യുവതിയുമൊത്തുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ ഷാരോൺ മൊബൈലിൽ പകർത്തി. ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടേണ്ടെന്ന നിലപാടായിരുന്നു ഷാരോണിനെന്നും പ്രതിഭാഗം. ഒഴിഞ്ഞു പോകണമെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും യുവാവ് വഴങ്ങിയില്ല. ഒടുവിൽ ആത്മഹത്യ മാത്രം പോംവഴിയെന്ന സ്ഥിതിയിലേക്ക് പെൺകുട്ടിയെത്തി. ഇതോടെയാണ് കുറ്റകൃത്യത്തിന് നിർബന്ധിതമായത്. പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും ഭാവിയും പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് ഗ്രീഷ്മ ജഡ്ജിക്ക് മുമ്പാകെ മൊഴി നൽകി. മാധ്യമ വാർത്തകൾ മാത്രം അടിസ്ഥാനമാക്കി കേസിൽ വിധി പറയാനാകില്ലെന്നായിരുന്നു നെയ്യാറ്റിൻകര സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ പ്രതികരണം. കേരളം ഉദ്വേഗത്തോടെ കാത്തിരിക്കുന്ന കേസിൽ തിങ്കളാഴ്ച കോടതി ശിക്ഷ വിധിക്കും. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസ് പ്രതി ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ ചിന്തയാണ്. ഒരു ചെറുപ്പക്കാരനെ അല്ല, സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത്. ശിക്ഷയിന്മേലുള്ള വാദത്തിൽ ഗ്രീഷ്മയുടെ ക്രൂരമായ ചെയ്തികളെ പ്രോസിക്യൂഷൻ അക്കമിട്ട് നിരത്തി. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു കൊലപാതകം. ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു. ഷാരോൺ വധക്കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കാനിരിക്കെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷനും കുടുംബവും. പ്രതി കുറ്റം ചെയ്തെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് പ്രതിഭാഗം നടത്തിയത്. കുറ്റം സമ്മതിച്ചുകൊണ്ട് തന്നെ അതിന്റെ സാഹചര്യം ബോധിപ്പിക്കാനായിരുന്നു ശ്രമം. ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള വാദങ്ങളും ഉന്നയിച്ചു. പ്രതിയുടെ പ്രായവും ഷാരോണിന്റെ ക്രിമിനൽ പശ്ചാത്തലവും പ്രതിയുടെ ദൃശ്യങ്ങൾ ദുരുപയോഗിക്കുമോ എന്ന ഭയവും ആത്മഹത്യ മാത്രം ബാക്കിയായ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയുമൊക്കെ ഉയർത്തിയതോടെ ശിക്ഷ പരമാവധി കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗം. പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചുവരുത്തി കൊല ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. പ്രണയമെന്ന പരിശുദ്ധ സങ്കല്പത്തെ തന്നെ കൊല ചെയ്ത കേസിൽ സമൂഹത്തിന് സന്ദേശമാകും വിധിയെന്നാണ് പ്രതീക്ഷയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ പറഞ്ഞു. പ്രണയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയും ഈ ഷാരോൺ രാജിന് പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയിൽ സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ്. പ്രതി ഉയർത്തിയ ആത്മഹത്യാവാദം അന്വേഷണ ഉദ്യോഗസ്ഥൻ തള്ളി. ഷാരോണിന്റെ ചികിത്സാ ഘട്ടത്തിൽ പോലും സഹകരിക്കാതിരുന്ന പ്രതി മരണം ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുമ്പോൾ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഷാരോണിന്റെ കുടുംബം പങ്കുവച്ചത്. ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
കണ്ടു നിൽക്കാൻ കഴിയാത്ത സങ്കട കാഴ്ച. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നാട്ടുകാരും ഉറ്റവരും. എറണാകുളം ചേന്ദമംഗലത്ത് കൊല്ലപ്പെട്ട വിനീഷിയുടെ 6ഉം 10ഉം വയസ്സുള്ള മക്കളെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കൾ. അയൽവാസിയായ ഋതുവിൻ്റെ ക്രൂരത ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതുവിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ആലുവ റൂറൽ SP അറിയിച്ചു. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ ബോസിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കൂട്ടക്കൊലക്കേസ് പ്രതി ഋതുവിനെ പോലീസ് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് പോലീസ് തീരുമാനം. തെളിവെടുപ്പിനിടെ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും ആലുവ റൂറൽ SP പറഞ്ഞു. 17 അംഗ അന്വേഷണ സംഘത്തിൽ 3 DYSPമാരുണ്ട്. കൊലപാതകം നടത്താനുണ്ടായ കാരണം എന്തെന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഋതു ജയന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും റൂറൽ SP ഡോക്ടർ വൈഭവ് സക്സേന വ്യക്തമാക്കി. ഈ കേസിന് വേണ്ടി വളരെ ഗൗരവമായ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ഈ സ്പെഷ്യൽ ടീമിൽ 3 DYSPമാരെ ഓഫീസറുണ്ട്. പിന്നെ ടോട്ടൽ 17 പേരുണ്ട്. അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു. ജിതിൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു. ജിതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പ്രാദേശിക ഭരണകൂടം. സ്ഥിരം ക്രിമിനലും 5 കേസുകളിൽ പ്രതിയുമായ ഋതുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നെങ്കിൽ 3 പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾക്കെതിരെ നിരന്തരം പരാതിയുണ്ടായിട്ടും പോലീസ് നിസ്സംഗത പാലിച്ചെന്ന ആരോപണം ശക്തമാണ്. കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതിഷേധവും കയ്യേറ്റവും കണക്കിലെടുത്താണ് തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള പോലീസ് നീക്കം. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് മാത്രമാണോ കുറ്റക്കാരൻ? അയാളുടെ മാതാപിതാക്കളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടതല്ലേ? നിറത്തിൻ്റെ പേരിൽ ഷഹാനയെ അവഹേളിച്ചത് ഭർത്താവ് വാഹിദ് മാത്രമായിരിക്കാം. എന്നാൽ വിവാഹബന്ധം ഒഴിയാൻ ഭർത്തൃപിതാവും മാതാവും നിർബന്ധിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. കേസിൽ പ്രതിക്കെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് കണ്ടെത്തിയത്. പ്രതിപട്ടികയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് പിന്നീട് തീരുമാനിക്കും. ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ 19-കാരിയായ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ ഷഹാനയുടെ ബന്ധുക്കൾ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ രംഗത്തു വന്നു. തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ പരാതിയും നൽകി. ആരോപണ വിധേയനായ ഷഹാനയുടെ ഭർത്താവ് വാഹിദ് വിദേശത്താണ്. ഈ കേസിൽ അന്വേഷണ സംഘം കൂടുതൽ വകുപ്പുകൾ ചുമത്തി. ഭർത്തൃപീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയത്. നേരത്തെ പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. നിലവിൽ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടോട്ടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മരിച്ച ഷഹാന കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. നിറത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി. വിവാഹബന്ധം വേർപെടുത്താൻ സമ്മർദ്ദമുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു. 2024 മെയ് മാസത്തിലായിരുന്നു ഷഹാന മുംതാസിന്റെ വിവാഹം. ന്യൂസ് 18 മലപ്പുറം. സ്ത്രീകളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്ന ചില ഞരമ്പ് രോഗികളുണ്ട് നമ്മുടെ നാട്ടിൽ. കണ്ണൂർ പേരാവൂരിൽ
പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ഇങ്ങനെ മോർഫ് ചെയ്ത് അശ്ലീലമായി പ്രചരിപ്പിച്ചത്. പേരാവൂരിലെ ഓരോ കുടുംബങ്ങളെയും ആശങ്കയിലാക്കിയ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. വായന്നൂർ സ്വദേശി അഭയാണ് പേരാവൂർ പോലീസിന്റെ പിടിയിലായത്. സമാനമായ കേസിൽ യുവാവിനെതിരെ പോലീസ് മുൻപും കേസെടുത്തിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ ഇത്തരത്തിൽ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റേതുൾപ്പെടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തിട്ടുണ്ട്. ഇതോടെ രാത്രി തന്നെ നാട്ടുകാർ സംഘടിതരായി പേരാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വായന്നൂർ കണ്ണമ്പള്ളിയിലെ കുന്നുമ്മൽ അഭയാണ് ഇത് ചെയ്തതെന്ന് തിരിച്ചറിഞ്ഞത്. 20-കാരനായ അഭയെ വയനാട് പടിഞ്ഞാറേത്തറയിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പന്ത്രണ്ടോളം സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ഈ രീതിയിൽ പ്രചരിപ്പിച്ചത്. പ്രതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് ഡിലീറ്റ് ചെയ്തു. സമാനമായ കേസുകളിൽ യുവാവിനെതിരെ പോലീസ് മുൻപും കേസെടുത്തിരുന്നു. ഇയാളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. യുവാവിന് മറ്റു ചിലരുടെ സഹായം കിട്ടിയിട്ടുള്ളതായും പോലീസ് സംശയിക്കുന്നുണ്ട്. കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസാണ് പോലീസ് പരോൾ ഇനി പരിശോധിക്കുന്നത്. കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഛത്തീസ്ഗഡിൽ വെച്ചാണ് റെയിൽവേ പോലീസ് ഇയാളെ പിടികൂടിയത്. മധ്യപ്രദേശിൽ നിന്ന് മറ്റൊരാളെ കൂടി കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആക്രമിയുടെ ലക്ഷ്യം കവർച്ചയായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നടൻ സെയ്ഫ് അലി ഖാന് മുംബൈയിലെ വീട്ടിൽ വെച്ച് കുത്തേറ്റ സംഭവത്തിൽ മുഖ്യപ്രതി 31-കാരനായ ആകാശ് കൈലാഷ് ഖനോജിയാണ് പിടിയിലായത്. മുംബൈ ഹൗറ ജ്ഞാനേശ്വരി എക്സ്പ്രസിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഉച്ചയ്ക്ക് 2 മണിയോടെ ട്രെയിൻ ദുർഗ സ്റ്റേഷനിൽ എത്തിയപ്പോൾ സഹയാത്രികർക്കാണ് ആദ്യം സംശയമുണ്ടായത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നിറക്കി പ്രതിയെ റെയിൽവേ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. മുംബൈ പോലീസ് പ്രതിയുടെ ഫോട്ടോയും മറ്റും RPFന് നേരത്തെ തന്നെ അയച്ചു നൽകിയിരുന്നു. പ്രതിയെ മുംബൈയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോളിലൂടെ ആദ്യം ചോദ്യം ചെയ്തു. തുടർന്നാണ് മുംബൈയിൽ നിന്നുള്ള പ്രത്യേക സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യാനായി ദുർഗിലേക്ക് യാത്ര തിരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതിയെ കൂടി മധ്യപ്രദേശിൽ വെച്ച് മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ബാന്ദ്രയിലെ വീട്ടിൽ നടന്ന ആക്രമണത്തിൽ നടന് കഴുത്തിനും നട്ടെല്ലിനും സമീപം ഉൾപ്പെടെ 6 കുത്തുകളേറ്റിരുന്നു. സെയ്ഫ് അലി ഖാനെ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. അക്രമി ദാദറിലെ ഒരു കടയിൽ നിന്ന് ഹെഡ്ഫോണുകൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പിന്നീട് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലും ദാദർ റെയിൽവേ സ്റ്റേഷനിലും പ്രതിയെത്തിയതായി പോലീസിന് വ്യക്തമായിരുന്നു. മുംബൈയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ട്രെയിൻ വഴി രക്ഷപ്പെടാൻ അക്രമി ശ്രമിക്കുമെന്ന് പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. മുഖ്യപ്രതി പിടിയിലായതോടെ കേസിനെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ എന്തുകൊണ്ടാണ് പോലീസ് ഇതുവരെയും നടപടി സ്വീകരിക്കാത്തത്? അയാൾക്കെതിരെ ഇപ്പോൾ കേസെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് കൊച്ചി പോലീസ്. പരാതിയിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പോലീസിന് കേസെടുക്കാനാകില്ലെന്നാണ് പ്രാഥമിക നിഗമനം. നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്നാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. വിഷയത്തിൽ പോലീസ് കൂടുതൽ നിയമോപദേശം തേടിയേക്കും. സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി
നടി ഹണി റോസ് നൽകിയ പരാതിയിലാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ലെന്നും രാഹുൽ ഈശ്വറിനെതിരെ കോടതി വഴി പരാതി നൽകണമെന്നും കൊച്ചി പോലീസ് അറിയിച്ചു. പരാതിയുടെ സ്വഭാവം അനുസരിച്ച് കോടതി മുഖാന്തരമാണ് കേസിൽ തുടർ നടപടി സ്വീകരിക്കാനാവുക. ഇക്കാര്യം ഹണി റോസിനോടും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സെൻട്രൽ പോലീസിനോട് നിലപാട് തേടിയിരുന്നു. നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്നാണ് കോടതിയിൽ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിച്ചുവെന്നായിരുന്നു ഹണി റോസിന്റെ പരാതി. കൂടാതെ തൃശൂർ സ്വദേശി സലീമും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു. ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ലെന്നാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തത്. സൈബർ ആക്രമണത്തിന് കാരണമായ ഒന്നും മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിട്ടില്ല. തീർച്ചയായും ആശ്വാസമുണ്ട്. പക്ഷെ അതിൽ ഒരു വേദന ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കം ഭരണഘടനാ പദവിയുള്ള 2 കമ്മീഷനുകളാണ് രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്നും കേസെടുത്തു എന്നും ഒക്കെ നിരന്തരം അവർ വാർത്ത പറയുകയും എന്നെ വേട്ടയാടുകയും ചെയ്യുന്നത് ന്യായമാണോ എന്ന് മീഡിയ ചോദിക്കണ്ടേ? അതേസമയം രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഈ മാസം 27-ന് രാഹുലിന്റെ ഹർജി പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. ഹണി റോസ് നൽകിയ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയായിരുന്നു നടിക്കെതിരെ രാഹുൽ ഈശ്വറിന്റെ പരാമർശം. ഇതിന് പിന്നാലെ നടി രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. മക്കളെ വല്ലാതെ ലാളിച്ചു വളർത്തുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഒന്നല്ലേ ഉള്ളൂ എന്ന് കരുതി ആൺകുട്ടികൾ ചോദിക്കുന്നതെന്തും വാങ്ങിക്കൊടുക്കുന്ന അച്ഛനമ്മമാർക്ക് പിന്നീട് ദുഃഖിക്കേണ്ടി വരാറുണ്ട്. താമരശ്ശേരിയിലെയും ചേന്ദമംഗലത്തെയും അമ്മമാർക്ക് സംഭവിച്ചതും അതാണ്. താമരശ്ശേരിയിൽ ട്യൂമർ ബാധിതയായ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതും ഏക മകനാണ്. ചേന്ദമംഗലത്ത് മകൻ്റെ എല്ലാ വഴിവിട്ട ഇടപാടുകൾക്കും കൂട്ടുനിന്ന അമ്മയ്ക്ക് അയാൾ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കാണേണ്ടി വന്നു. ഈ 2 കേസും പരിശോധിച്ചാൽ ലഹരിയാണ് ഇവിടെ പ്രധാന വില്ലനായത്. കുട്ടിക്കാലം മുതലേ മക്കളെ ശിക്ഷിച്ചും ശകാരിച്ചും വളർത്താൻ മറന്നുപോയാൽ പിന്നീട് മാതാപിതാക്കൾക്ക് കണ്ണീര് കുടിക്കേണ്ടി വരും എന്നതാണ് ഈ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇതോടെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.